नहीं, वो बस भैया। वो केक है? ये कैंडी नंबर से क्या? अच्छा, कोझिकोड नेतूर गुड़िया नाट पूरा साउथ घूमे हमने। केरला भी घूम किया? हाँ। कैसे केरला? अच्छा मस्त, रेनी था थोड़ा। हाँ रेन, बहुत पूरा रेन है। केरला बहुत अच्छा है ना? हाँ ठीक है। चलो दिल्ली में बहुत गर्मी, 50 डिग्री। चलो ठीक है, मिलता हूँ। ओके बाय, थैंक यू। ഈ കാണുന്ന മൈസൂർ എയർപോർട്ടാണ്, ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്. ഗൈസ്, ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ് കണ്ടിട്ട് നമുക്ക് ഓരോരുത്തരെയും ഓരോ സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ഒരാൾ തന്നതാണ്. ഒരു സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ നമുക്ക് നമ്മളോട് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാ നല്ല എന്താ പറയുക, മധുരക്കേങ്ങ് ഗൈസ്, മധുരക്കേങ്ങ് തന്നിട്ടുണ്ട്. പിന്നെ കക്കരി തന്നിട്ടുണ്ട്. കക്കരി വേറെ ബാഗിൽ വേറെ കക്കരി ഉണ്ട്. എന്താണ് ടേസ്റ്റ് ഉണ്ടോ? അടിപൊളി അടിപൊളി. ഓക്കെ. പിന്നെ ഇതൊരു ലോറി കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ചോദിച്ചത് നമ്മൾ തരുവാണ്. സത്യം പറയുകയാണെങ്കിൽ അതാണ് സംഭവിച്ചത്. ഇത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണ്, എക്സ്പ്രസ് ഹൈവേ കാണും. എന്താ പറയുക, ഈ ഹൈവേയിൽ നമ്മൾ കയറ്റിയില്ല. എന്താ കാരണം? അത് കാരണം വെച്ചാൽ നിലം വിട്ട് പറക്കുന്ന വണ്ടിയാണ്. 100 കിലോമീറ്ററാണ് മിനിമം സ്പീഡ്. 100 കിലോമീറ്ററാണ് എല്ലാ വണ്ടിയും മിനിമം സ്പീഡ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വണ്ടീൻ്റെ ബൈക്കിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റില്ല, ബൈക്കിൽ കയറാൻ പറ്റില്ല. അത് ഇതിനകത്ത് നല്ല കേട്ടോ, കാരണം ആക്സിഡൻറ്റ് നല്ലോണം വർദ്ധിക്കുന്നുണ്ട്. नहीं, वो बस भैया। नहीं, भैया, नहीं, ओके, थैंक यू। आपका नहीं यार, नहीं, हम बात नहीं करेंगे। थैंक यू। എന്താണ് ഇപ്പൊ ഇവിടെ നടക്കണേ? നമ്മളൊരു വത്തക്കന്റെ കഷ്ണം കൊടുത്തേനി ഗൈസ്, മൂപ്പർക്കുള്ള ഫുഡ് നമുക്ക് കൊടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. ഒരു പഴയ ഒരു ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കിട്ടുന്നുള്ളത്. അതാണ് ഇപ്പോൾ സംഭവിക്കുക. നമ്മളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു പയ്യൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത് അവൻ കഴിക്കുന്ന ഭക്ഷണം വന്ന സമയത്ത് അവൻ നമുക്ക് തന്നു. എപ്പോഴും നമ്മളങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അവൻ കഴിച്ചോട്ടെ. അച്ഛൻ വീണ്ടും കൊണ്ടിരുന്നു. നീ കഴിച്ചോ. അടിപൊളി. ഇവിടെ സൈഡിൽ ചക്ക കൂട്ടിയിട്ട് കിടന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചക്കയാണെന്നൊക്കെ. എത്ര റുപ്യാണെന്ന് ജസ്റ്റ് ഇയാളോട് ചോദിച്ചു നോക്കി, എത്രയാണെന്ന് വിലന്നൊക്കെ. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ 100 റുപ്യേൻ്റെ ഉണ്ട്, 200 റുപ്യേൻ്റെ ഉണ്ട് പറഞ്ഞത്. ചക്കയ്ക്ക് 200 റുപ്യ കേട്ടോ. നമ്മളെ കാണുമ്പോൾ പല ആൾക്കാർ വന്ന് ചോദിക്കും ഈ നേപ്പാൾ ബോർഡ് കാണുമ്പോഴേ, കാരണം നേപ്പാൾ ഒരു എക്സൈറ്റഡ് സാധനമാണല്ലോ. പിന്നെ നമ്മൾ കണ്ടത് സൂര്യകാന്തി പൂക്കൾ എന്ന് പറയുമ്പോൾ ഇത് പരക്കൊന്നും ഇല്ല കർണാടകയിൽ. ജസ്റ്റ് സ്ഥലങ്ങൾ മാത്രം, പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രം, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ. പിന്നെ നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ദേശാടന പക്ഷികളാണ്. വലിയ ചുണ്ടുള്ള ടൈപ്പ്, നല്ലൊരു ഭംഗിയുണ്ടായിരുന്നത്. നമ്മൾ പിന്നെ നേരെ ബാംഗ്ലൂർ ഹൈവേ പിടിച്ച്. ബാംഗ്ലൂർ ഹൈവേ എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ഹൈവേ ആണ് ഈ കാണുന്നത്. എക്സ്പ്രസ് ഹൈവേയിൽ പക്ഷേ നമ്മളെ കയറ്റില്ല, 2 വീലർ കയറ്റില്ല. നമ്മൾ സൈഡ് റോഡ് കൂടെ ഈ സൈഡിൽ കൂടെ പോകണം. വല്ലാത്തൊരു അവസ്ഥയാണ്, വലിയൊരു കഷ്ടമാണ്. ആ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞാൽ 10 വരി നീണ്ടു നടക്കണ്ടല്ലോ. വലിയ വണ്ടികൾക്ക് മാത്രമേ അതിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ ടോളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഖ്യ ടോൾ വരും, കുഴപ്പമില്ല. എന്നാലും എന്താ, ഒരു പണ്ടൊക്കെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ദൂരം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ മതി നല്ല വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ.
എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡാണ്. എന്താ വെച്ചാൽ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇന്ത്യൻ്റെ കൊടിയൊക്കെ പറപ്പിച്ച് ഇങ്ങനെ പോവല്ലേ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം കാര്യങ്ങളൊക്കെ ഒരുവിധ ആൾക്കാരോടൊക്കെ നമ്മൾ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോവാം. കുട്ടികളും എല്ലാവരും വന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ്. കുട്ടികളൊക്കെ നമ്മളെ വണ്ടി ചുറ്റും വന്ന് നോക്കി. പ്രചോദനം. ബാംഗ്ലൂർ ഹൈവേ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളി. അങ്ങനെ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഞങ്ങൾ ബാംഗ്ലൂരിലെത്തി. അടിപൊളി.